കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോഴെല്ലാം ഭരിക്കുന്നവർ പറയാറുള്ള ഒരു കാരണമാണ് ശമ്പളവും പെൻഷനും നൽകുന്നതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന്. വാസ്തവത്തിൽ ഭരിക്കുന്നവർ അവരുടെ പിടിപ്പുകേട് മറച്ചുപിടിക്കാൻ പുറത്തെടുക്കുന്ന ഒരു തന്ത്രമാണ് ഇത്. എന്താണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന യഥാർത്ഥ കാരണങ്ങൾ? അവ ഇവയാണ്. ഒന്ന്, സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നതിലുള്ള കെടുകാര്യസ്ഥത. പൊതു ഖജനാവിൽ നിന്നും ചെലവഴിക്കപ്പെടുന്ന പണം അതിനു ആനുപാതികമായ ഫലം ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള കുറ്റമറ്റ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരേ പദ്ധതിക്കു തന്നെ പല പ്രാവശ്യം പണം ചെലവഴിക്കേണ്ടി വരും. രണ്ട്, ഒരു പദ്ധതിക്ക് അനുവദിച്ച അസംസ്കൃത വസ്തുക്കൾ ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിനു ശേഷം ബാക്കി വന്നാൽ അവയെ സമാനമായ പദ്ധതികളിലേക്ക് മാറ്റുന്നതിനു സംവിധാനങ്ങളില്ല. അവ പലയിടങ്ങളിലായി നശിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്ന്, ഒരിടത്ത് മണ്ണിടാനും മറ്റൊരിടത്ത് നിന്ന് മണ്ണ് നീക്കാനും വെവ്വേറെ ഫണ്ടുകൾ പാസാക്കുന്നു. കരാറുകാർ നീക്കേണ്ട മണ്ണ് എടുത്ത് മണ്ണിടേണ്ട സ്ഥലത്തിട്ട് പണം കൈപ്പറ്റുന്നു. അതേസമയം എടുക്കേണ്ട മണ്ണ് ഇടേണ്ട സ്ഥലത്തിടാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയാൽ ഖജനാവിന് ലഭിക്കുന്ന ലാഭം എത്രയായിരിക്കും? 4, നികുതി വെട്ടിപ്പ് തടയാൻ കുറ്റമറ്റ സംവിധാനങ്ങളില്ല. ഇത് കാരണം കോടികളാണ് ഖജനാവിന് നഷ്ടമാകുന്നത്. 5, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ. ഇതു കാരണം കോടികൾ മുടക്കി പണികൾ പൂർത്തിയാക്കിയ റോഡുകൾ പുതുമ മാറുന്നതിനു മുമ്പ് തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കുത്തിപ്പൊളിക്കലിനു വിധേയമാകുന്നു. അതോടെ ആ റോഡുകളിൽ മുടക്കിയ കോടികൾ ഫലശൂന്യമാകുന്നു. 6, പഞ്ചായത്ത് തലത്തിൽ ചെലവഴിക്കപ്പെടുന്ന കോടികൾ ഉദ്ദേശിച്ച ഫലം ലഭ്യമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനങ്ങളില്ല. അതിനാൽ ആവശ്യമില്ലാത്തിടത്ത് കുളങ്ങൾ, കിണറുകൾ എന്നിവ നിർമ്മിച്ച് ഫണ്ടുകൾ നശിപ്പിക്കപ്പെടുന്നു. ഒരേ റോഡുകൾ തന്നെ വർഷാനുവർഷം ടാറിംഗ് ചെയ്യേണ്ടി വരുന്നു. 7, വ്യക്തിപരമോ സംഘടനാപരമോ ആയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി തസ്തികകളും വകുപ്പുകളും സൃഷ്ടിക്കൽ. ഓരോ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴും അവരുടെ പ്രധാനികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അനിവാര്യമല്ലാത്ത തസ്തികകൾ സൃഷ്ടിച്ച് അവർക്ക് വലിയ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നു. 8, യുക്തിഭദ്രമല്ലാത്ത പെൻഷൻ സംവിധാനം. പെൻഷൻ നിർണ്ണയിക്കുമ്പോൾ ജീവനക്കാരൻ്റെ ആവശ്യവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കുന്നതിനു പകരം സർവീസ് കാലാവധി നോക്കിയാണ് പെൻഷൻ നിർണ്ണയിക്കുന്നത്. അതിനാൽ ചിലർക്ക് ലഭിക്കുന്ന പെൻഷൻ ഉപയോഗശൂന്യമായി കിടക്കുമ്പോൾ മറ്റു ചിലർക്ക് ലഭിക്കുന്ന പെൻഷൻ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ തികയാതെ വരുന്നു. 9, ശമ്പള നിർണയത്തിലെ അപാകത. ചില തസ്തികകൾക്ക് നിർണയിക്കപ്പെടുന്ന ശമ്പളം യുക്തിസഹമല്ലാത്ത വിധം കൂടുതലാണെന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും. 10, യുക്തിസഹമല്ലാത്ത കടമെടുപ്പ് സമ്പ്രദായം. ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി കടമെടുക്കുന്നത് കാരണം വരുമാനത്തിൻ്റെ നല്ലൊരു വിഹിതം അതിൻ്റെ പലിശയായി നൽകേണ്ടി വരുന്നു. ചുരുക്കത്തിൽ സർക്കാർ ഖജനാവിലേക്ക് വരേണ്ട പണം കൃത്യമായി എത്തിക്കാനും അതിൽ നിന്നും ചെലവഴിക്കപ്പെടുന്ന പണം സത്യസന്ധമായാണ് ചെലവഴിക്കപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിവുള്ള ഒരു ഭരണ സംവിധാനം നിലവിൽ വരാത്ത കാലത്തോളം ഖജനാവിൻ്റെ അവസ്ഥ ഇതേ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കും.